ഹായ് ഫ്രണ്ട്സ്, ഇസ്മി അപർണ വാസികി. നമുക്കൊന്ന് കണി ഒരുക്കിയാലോ? നമുക്ക് ആദ്യം ചായ ഇട്ട് തുടങ്ങാം. സംഭവം ഒരു 11 മണി അടുപ്പിച്ചായി കാണും ഞാൻ ഇത് ഒരുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ ഇട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ റിലേറ്റീവ് ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണമാണ്. കൂടെ നമ്മൾ പഠിച്ചതാണ്. അവളുടെ കല്യാണം കൂടി ആയതുകൊണ്ട് അതിനൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഒരുക്കുന്നത്. പിന്നെ നൈറ്റാണല്ലോ നമ്മൾ ഒരുക്കുക ചെയ്യണം. അപ്പോൾ സജിത്ത് ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ, അമ്മ, നാത്തൂന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾ രാവിലെ പ്രോഗ്രാമുണ്ട്, അവൾ ഉറക്കാം. അപ്പോൾ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങ് ഒരുക്കാമെന്ന്. അപ്പോൾ ഒരു ചായയെ കേട്ടു. ഇട്ടേക്കുന്ന ഡ്രസ്സ് എനിക്ക് കുഞ്ഞമ്മ വിഷുക്കോടിയായിട്ട് മേടിച്ചായിട്ട് 2 ഡ്രസ്സ് കിട്ടി. പിന്നെ ഞാൻ ഓൾറെഡി സാധനങ്ങളൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണിവെള്ളരി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഉരുളിയും വിളക്കും. നമ്മൾ ഓൾറെഡി കത്തിക്കുന്നത് ആ വിളക്കല്ല. അപ്പം പിന്നെ നമ്മൾ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ലക്ഷ്മി വിളക്ക്, ചെറിയ ഇടിഞ്ഞിൽ പോലത്തെ ലക്ഷ്മി വിളക്കാണ് കത്തിക്കുന്നത്. അപ്പം നല്ല ഇരുട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ കറുമ്പനും, നമ്മൾ കറുമ്പൻ എന്ന് വിളിക്കുന്നത് അവനെ കളർ വെച്ചിട്ട് വിളിക്കുന്നതല്ല, അവൻ അങ്ങനെ വിളിച്ചാലേ അറിയാം. റാമെന്നൊക്കെ നല്ലൊരു പേരിട്ടിട്ടുണ്ടെങ്കിലും കറുമ്പാന്ന് വിളിക്കുമ്പം അത് എപ്പോഴോ നമ്മൾ സ്നേഹത്തിൽ വിളിച്ച പേരാണ്. പക്ഷെ അതങ്ങ് ശീലമായി അവന്. ഇപ്പം ഞാൻ വോയിസ് എടുക്കുമ്പോൾ പോലും കറുമ്പെന്ന പേരുമായിട്ടപ്പോൾ അവൻ വന്ന് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം റെഡിയാക്കി. അപ്പം നമ്മൾ വിളക്ക് വയ്ക്കുന്നത് സാധാരണ സൈഡിലോട്ടാണ്. അപ്പം കിഴക്കോട്ട് ദർശനം വയ്ക്കാൻ വിഗ്രഹം വയ്ക്കുന്നത് കൊണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കര അടിച്ചുമാറ്റലാണ്, തിരിയും സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒരു സൈഡിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതെടുത്ത് നടുക്കിലോട്ട് വയ്ക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് എനിക്ക് ഡൗട്ടായിരുന്നു, തട്ടത്തി വയ്ക്കണോ, എങ്ങനെ വയ്ക്കണം, വാഴയില വെട്ടണോ എന്നൊക്കെ. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ആലോചിച്ച് തീരുമാനിച്ചു. ഞാൻ കുറേ അടുത്ത് വെച്ചൊക്കെ നോക്കിയിട്ട് ആലോചിച്ച് തീരുമാനിച്ചു എന്തായാലും 2 വാഴയില വെട്ടാം. അങ്ങനെ രാത്രി പോയി വാഴയില വെട്ടി. ഇനി രാത്രി വാഴയില വെട്ടാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ രാത്രി പോയി വാഴയില വെട്ടി അതുകൊണ്ട് വെച്ച് 2 എണ്ണം വെച്ച് അതിനകത്ത് ഉണ്ണിക്കണ്ണനെയൊക്കെ എടുത്ത് വെച്ചാണ് ഞാൻ എല്ലാം ചെയ്തത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യത്തെ വിഷു എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ വിഷു ആയിട്ട് തോന്നി. എന്തോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യമാണ് ഇവിടെ വീട്ടിൽ കണി വെക്കുന്നത്. അപ്പോൾ ഈ വീടല്ലായിരുന്നു, വേറൊരു വാടക വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച സമയത്ത് ചെറിയ രീതിയിലായിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത്. സ്വന്തമായിട്ട് ഹാരമൊക്കെ കിട്ടി അങ്ങനെ. അപ്പം ഇപ്പം ചേട്ടൻ നിൽക്കുന്നത് ഒരു പൂക്കടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം അവൾ അവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് എണീറ്റടുത്ത് വരിക്കുന്നതാണ് കേട്ടോ. അപ്പം പൂക്കടയിലായതുകൊണ്ട് ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ അവൻ വരുമ്പോൾ എടുത്തിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞേൽപ്പിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഞാൻ മേടിച്ച് വെച്ച കണിവെള്ളരി അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ ചക്ക അങ്ങനെ കുറേയൊക്കെ വയ്ക്കും. അതൊക്കെ നമ്മൾ റെഡിയാക്കി വയ്ക്കും. കാരണം അവരവിടെ കടയിൽ നിന്ന് കിട്ടത്തില്ല. കടയിൽ നിന്ന് കിട്ടുന്നത് ഫ്രീ ആയിട്ടല്ല, ചേട്ടൻ പൈസ കൊടുത്തിട്ടാണ് എടുക്കുന്നത്, എന്നാലും പറയുന്നത്. അപ്പം എടുത്തു. അപ്പം അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി അവൻ വരുമ്പോൾ, അപ്പം സംഭവം ആൾ വരാൻ നല്ല ലേറ്റായി. ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുമ്പോൾ തന്നെ 11 മണിയാണ്. അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് തുണി വെച്ചാണ് സെറ്റ് ചെയ്തത്. കാരണം അരി ഇതിനകത്ത് നിറച്ച് വയ്ക്കാൻ കണക്കിന് അരി നമ്മളതിലില്ല. അപ്പം നേരത്തെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പച്ചരി മേടിച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം അതിൽ ഞാൻ കുറച്ച് തുണി വെച്ചതിന് ശേഷം തുണി വന്നിട്ട് ഞാൻ വിളക്ക് തുടയ്ക്കാനായിട്ട് കുറച്ച് തുണി നേരത്തെ ഒരു പഞ്ഞി പോലത്തെ ഒരു വരെ തുണി ഉണ്ടല്ലോ, അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ന്യൂസ് പേപ്പർ സെറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പം ആൾ വന്ന് ഇടയ്ക്ക് നോക്കണുണ്ട് എന്തെന്ന് അവൾ ചെയ്യണത്. അപ്പോൾ ഇവർ ഉറങ്ങിപ്പോയി സംഭവം. അതുകൊണ്ട് ഞാനും കൂട്ടിയില്ല, വിളിച്ചില്ല. അമ്മയ്ക്ക് കുറച്ച് ഓൾറെഡി കാല് വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടുപേരെയും വിളിച്ചില്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ അത് വെച്ച് കുറച്ച് പൊക്കിയതിന് ശേഷമാണ് അതിൽ ഞാൻ അരിയിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ ബാക്കി ഈ ചക്ക, കണിവെള്ളരി, അത് ഇത് പൂർത്തിച്ചക്ക, ഇതെല്ലാം ചെറിയ ചെറിയ സാധനം പക്ഷേ എല്ലാം ചെറിയ ചെറിയ മിനിയേച്ചർ രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. എന്തോ എനിക്ക് എല്ലാം പറഞ്ഞു വെച്ച പോലെ ചെയ്യാൻ പറ്റും. കാരണം കയ്യിലൊന്നും പൈസ ഇല്ലാണ്ടിരിക്കുന്നത് എങ്ങനെ റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കറക്റ്റ് സമയമായപ്പോൾ എന്തോ എൻ്റെ ബേബിയുടെ ഐശ്വര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ബേബി വന്നതിന് ശേഷം ഞാൻ എന്ത് വിചാരിച്ചാൽ അതെനിക്ക് ലേറ്റായിട്ടാണെങ്കിലും കറക്റ്റ് ടൈമിങ്ങിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ ഓരോരുത്തർ ഇതാണല്ലോ. അപ്പം കണിക്കൊന്ന് കുറച്ചേ കിട്ടില്ല. അപ്പോൾ അച്ഛൻ താഴെ പോയി പറിച്ചതും പിന്നെ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന് ഇച്ചിരി കണിക്കൊന്ന് രാവിലെ പറിച്ചു വെച്ചാൽ അത് വാടിപ്പോയി. എന്തായാലും നമ്മൾ കണിക്കൊന്ന വയ്ക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇത്രയൊക്കെ സെറ്റ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി ചേട്ടൻ വന്നിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അവൻ വന്നിട്ടില്ലായിരുന്നു, നല്ല ലേറ്റായി. അപ്പം ഞാൻ എന്ത് ചെയ്ത് വരുമെന്നും പറഞ്ഞ് ഫോണിൽ കളിച്ച് കിടന്നു. വന്നിട്ട് എല്ലാം റെഡിയാക്കിയിട്ടാണ്, പക്ഷെ ഉറങ്ങിപ്പോയി. സംഭവം ആൾ വന്നപ്പോൾ ഉള്ള വീഡിയോസ് ഒന്നും അപ്പോൾ എടുക്കാനുള്ള മനസ്സ് വെച്ചു. പിന്നെ ആൾ തന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ തന്നെ അങ്ങ് ചെയ്യാം. അപ്പം ഹാരം കൊണ്ടുവന്നു, ആളുടെ അവിടെ നിന്ന് കെട്ടിയ ഹാരമാണ്. അപ്പം ഹാരം കൊണ്ടുവന്നു, അവിൽ, പൊരി, പടുക്കയ്ക്കുള്ള സാധനം കൊണ്ടുവന്നു. സംഭവം പഴം മേടിക്കാൻ നമ്മൾ വിട്ടുപോയി. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സാധനത്ത് ഇത് വെച്ചതുകൊണ്ട് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചാൽ സെറ്റ് ചെയ്തത്. അപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ വിടും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇവരിപ്പോൾ ഭയങ്കര പൂജാരിയാണേ, മുന്നേ ഇതിലൊന്നും വരത്തില്ല. ഇപ്പം വന്നിട്ട് ആളാണ് എനിക്ക് ഓരോന്നൊക്കെ എന്തോന്ന് പനിനീര് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ
തളിക്കണം. അപ്പോൾ കുറച്ച് നാൾ 2 ദിവസം മുന്നേ തന്നെ ഞാൻ മറ്റേ സാമ്പ്രാണി തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അപ്പോൾ ഇവൻ അവിടെ ജോലിക്ക് നീങ്ങുന്ന പുതിയ പുതിയ മണങ്ങളായിട്ട് വരുമ്പോൾ ഞാൻ എടുത്തിട്ട് വരാൻ പറയും, വാങ്ങിച്ചിട്ട് വരാൻ പറയും പുതിയ പുതിയ ഐറ്റം. അപ്പം അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയെല്ലാം വെച്ച്, അപ്പം ഞാൻ ബാക്കി പൂവൊക്കെ ഞാൻ ഇട്ടുള്ളത്, എനിക്ക് ഈ പൂവൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹാരം പിന്നെ വലിയ ഹാരമായിരുന്നു, അതിനെ ചെറുതാക്കി തന്ന് ഇങ്ങനെ ആക്കി വെച്ചതാണ്. പിന്നെ കോടി കെട്ടാൻ ഞാൻ മറന്നുപോയി, ആദ്യം പിന്നീടാണ് കോടി കെട്ടിയത് ഹാരം ഇട്ടതിന് ശേഷം. പിന്നെ തെറ്റി ഉണ്ടായിരുന്നു, കൊഴുന്നുണ്ടായിരുന്നു, തുളസി ഇല ഫുള്ള് തുളസി വെച്ചാട്ടോ നമ്മൾ നിറച്ചത്. തുളസി പ്രിയനാണല്ലോ, അപ്പോൾ പിന്നെ തുളസി വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കൊഴുന്നുണ്ടായിരുന്നു, ഇഷ്ടംപോലെ കൊഴുന്നുണ്ടായിരുന്നു. ഇതുപോലെ താഴെ അച്ഛൻ്റെ അടുത്തും കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ, പട്ടും ഈ കോടിയും ഇത്. അപ്പം ഞാനിങ്ങനെ ഇതെല്ലാം വച്ചിട്ട് പറയാണ് എന്നത് ഇതൊക്കെ ഞാൻ തരും, പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണമെന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ടൊക്കെയാണ് ഇത് ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പം ചേട്ടൻ ഇരുന്നുകൊണ്ട് പറയാം, നീ ഹാരം വെളിയിലാക്കുന്നതിന് ആദ്യം വിചാരിച്ച് അകത്ത് തന്നെ ഇരിക്കട്ടെ, പിന്നെ ഞാൻ ഹാരം വെളിയിലാക്കിയൊക്കെ വെച്ചു. ഈ പൂവിടുമ്പോഴൊക്കെ ഓരോന്ന് പറയാം, ഇത് ശരിയായി, എനിക്കിതൊക്കെ ശരിയാക്കി തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതൊന്നും ചെയ്യൂല എന്നൊക്കെ പറയും. ചുമ്മാണ്, നമുക്ക് നമ്മുടെ ഒരു വിശ്വാസമല്ലേ. എനിക്ക് ഭയങ്കര വിശ്വാസമായിട്ട് ദൈവങ്ങളിലൊക്കെ. നമ്മളൊരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ എല്ലാത്തിലും വിശ്വസിക്കുന്നുണ്ട്. എനിക്കിതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അന്ധവിശ്വാസമല്ല, അന്ധവിശ്വാസമായിട്ട് എനിക്കില്ല, എനിക്ക് എല്ലാ ദൈവങ്ങളെയും വിശ്വാസമാണ്. പള്ളിയിലും കോവിലും എല്ലാത്തിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന ദൈവമൊന്നുമില്ല. സംഭവം ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൈഡിലറിയാം മാതാവിൻ്റെ ഫോട്ടോ, അത് ഓൾറെഡി അവിടെ ഒട്ടിച്ചത്. ഞാൻ അതിനെ ഇളക്കി വയ്ക്കാനൊന്നും ഞാൻ തോന്നിയില്ല. ഇനിയിപ്പോൾ കാണുമ്പോൾ ആൾക്കാർ ശരിക്കും മറ്റേ മതസൗഹാർദ്ദം കാണിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ എല്ലാം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മൾ ഇളക്കി വയ്ക്കുന്നത്. ഇതൊക്കെയാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഇനി രാവിലത്തെ ഇതാണ്, രാവിലെ അപ്പോൾ കിടന്ന് ഉറങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോയി വെച്ചിട്ട് ഞാൻ രാവിലെ എണീറ്റില്ല, അമ്മയാണ് വിളക്ക് വെച്ചത്. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് എണീക്കണം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം രാവിലെ എൻ്റെ ആൾക്ക് കുളിക്കാനൊക്കെ നല്ല കാല് വയ്യാതിരിക്കുന്നതുകൊണ്ട് വേണ്ട എന്ന് ഞാൻ തന്നെ എണീക്കണം എന്ന് വിചാരിച്ചു. ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് എനിക്ക് കുഞ്ഞമ്മ മേടിച്ചെന്ന വിഷുക്കോടിയാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് കൈനീട്ടം കിട്ടിയത് വിഷുക്കോടി. ഈ ഞാൻ ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സ് ഇതുമാണ്. കിട്ടിയപ്പോൾ ആദ്യം ഞാൻ എടുത്തിട്ട്, കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയറ് വലുതായി പറഞ്ഞതനുസരിച്ച് ഡ്രസ്സുകളൊന്നും കയറുന്നില്ല എന്ന്. അപ്പോൾ പിന്നെ കിട്ടിയ നൈറ്റി തന്നെ ഞാൻ എടുത്തിട്ടു. അത് നൈറ്റി ആണെങ്കിൽ ഫ്രോക്ക് പോലെ ഇരിക്കും കേട്ടോ. അപ്പം ഈ ഡ്രസ്സാണ് കുഞ്ഞ് എനിക്ക് മേടിച്ചു തന്നത്, സച്ചു കുഞ്ഞമ്മ മേടിച്ചു തന്നത്. അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയാണ് എനിക്ക് ഇപ്രാവശ്യം ഫസ്റ്റ് വിഷുക്കോടി തന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ നാളുകാർ കൈനീട്ടം തന്ന നല്ലതെന്ന് പറയില്ല. എൻ്റെ ഫസ്റ്റ് കൈനീട്ടം കുഞ്ഞമ്മയുടെ നാളെ ആ പേരിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, എനിക്ക് അന്ധവിശ്വാസം ഒട്ടും ഇല്ലെന്ന്. എനിക്ക് അന്ധവിശ്വാസം ഇല്ല, പക്ഷേ ചെറിയ ചെറിയ വിശ്വാസങ്ങൾ നിങ്ങൾക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നാം. പിന്നെ ചന്ദനം ഇതെല്ലാം പനിനീര് ചേർത്ത് കുഴച്ച് വെച്ചു. 5 തിരിയിട്ട് വിളക്കാണ് കേട്ടോ ഞങ്ങൾ വർത്തിച്ചത് ചെയ്തു. ഇതെല്ലാം ഞാൻ നല്ല രാവിലെ ഒന്നും എണീറ്റ് ചെയ്തില്ല. 6 മണിയായി ഞാൻ എണീറ്റ് എല്ലാം റെഡിയാക്കിയപ്പോഴത്തേക്കും. അപ്പം നമുക്ക് ആരാധി ഒഴിയണമല്ലോ, അപ്പോൾ അതിനുള്ളത് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ചെയ്തത്. അപ്പം പനിനീരൊഴിച്ചു, കുങ്കുമം വെച്ചു, ഭസ്മം വെച്ചു, അല്ലാണ്ട് തിരിയെല്ലാം വച്ചിട്ട് സെറ്റ് ചെയ്ത് അതിന് ശേഷം ആണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഞാൻ ആരതി ഒഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ എണീറ്റ് കൃഷ്ണനെ കാണുന്നതിന് മുമ്പേ അമ്മ എണീറ്റ് കൃഷ്ണനെ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് ഇവരെല്ലാവരും എണീക്കുന്നതിന് മുമ്പ് എണീറ്റ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷേ ഒന്നും നടന്നില്ല. ഞാൻ എണീറ്റപ്പോഴത്തിന് മുമ്പേ അമ്മ കറക്റ്റ് രാവിലെ 3-3:30 ആകുമ്പോൾ എണീക്കും. കാരണം ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുമല്ലേ, അപ്പം മുന്നേ ഞാനും ജോലിക്ക് പോകുമ്പോൾ നമ്മൾ വന്നിട്ടൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് രാവിലെ ഗുളികയൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് നമുക്ക് മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ പ്രഗ്നൻസി ആകുമ്പോൾ. അപ്പോൾ കാപ്പി ഇതൊക്കെ കൊണ്ടുകൊണ്ട് അമ്മ പോകുന്നതിന് മുമ്പ് നേരത്തെ, അല്ലെങ്കിൽ അമ്മ രാവിലെ എണീക്കപ്പോൾ ഉണ്ടാക്കിയിട്ടൊക്കെ പോകണം. അതുകൊണ്ട് അമ്മ ഇന്ന് വയ്യാഞ്ഞിട്ട് പോയില്ലെങ്കിൽ കൂടി അമ്മ നേരത്തെ എണീറ്റു. അങ്ങനെ ഞാൻ വിളക്കൊക്കെ വെച്ചു. അപ്പോൾ അമ്മയും ഞാനും കണി കണ്ടതിന് ശേഷമാണ് ഇതെല്ലാം ഒരുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഭഗവാനെയാണ് ഫസ്റ്റ് കണിയേണ്ടത്. കാരണം അടുത്ത ചേട്ടൻ കിടന്ന് ഞാൻ തിരിഞ്ഞ് കിടന്ന് ഉറങ്ങണമുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കിയില്ല, കണ്ണടച്ച് നേരെ വന്ന് ഭഗവാനെ ലൈറ്റിട്ട് കണ്ട്, എന്നിട്ടാണ് ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്ന് ബാക്കി ഡീറ്റെയിലൊക്കെ ചെയ്തത്. പക്ഷേ എന്തോ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണമെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ വിഷുവിന് ഞാൻ എൻ്റെ കൃഷ്ണന് എൻ്റെ ഏറ്റവും ഇഷ്ട ഭഗവാൻ കൃഷ്ണനാണ് കേട്ടോ. കുഞ്ഞുനാൾ മുതലേ ഞാൻ കൃഷ്ണനാണ് ഇഷ്ടം. കാരണം നമ്മളിവിടെ സപ്താഹം നടക്കുമ്പോഴായാലും നമ്മുടെ തുണ്ട് വീഴുമ്പോഴായാലും, കാരണം ഒരുപാട് കഷ്ടതകൾ വന്ന സമയത്തും എനിക്ക് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന കൃഷ്ണനെയാണ്. എൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നതും എല്ലാ ദൈവങ്ങളെയും എനിക്ക് വിശ്വാസമാണ് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ കൃഷ്ണനോട് നമുക്കൊരു ഇഷ്ടദൈവം ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഇതാണ്. എനിക്ക് വിഷു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സ്പെഷ്യലാണ്. ഇതുപോലെ പടുക്ക വയ്ക്കാൻ, പൂജ വയ്പ്പിനൊക്കെ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ അതെനിക്ക് കുഞ്ഞിലേ നമ്മൾ വളർന്നു വന്ന ഒരു ഇതായിരിക്കും. വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ വയ്ക്കും, വീട്ടിലും വെച്ചിട്ടുണ്ട് കണി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം താഴോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കണി ഒരുക്കി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതിൽ ഏറ്റവും വലുതായിട്ട് ഞാൻ കണി ഒരുക്കിയത് ഇതാണ്. എന്നിട്ട് ഞാൻ പോയി ചേട്ടനെ വിളിച്ചൊരുക്കി. എല്ലാവരും ഉറക്കമായിരുന്നു കേട്ടോ, അമ്മ മാത്രമേ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. ചേട്ടനെ വിളിച്ചുണർത്തി, ആളെ കണി കാണിപ്പിച്ചു. പിന്നെ അമ്മ വന്ന് വിളക്ക് വെച്ചതിന് ശേഷം കണി കണ്ടു. പിന്നെ മാളുവിനെ എണീപ്പിച്ചു. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അവളും വന്ന് കണി കണ്ടു. പിന്നെ എൻ്റെ കറുമ്പനും ലിസയും ഒക്കെ കണി കണ്ടു. പിന്നെ
പിന്നെ എണീറ്റ് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് നമുക്ക് കല്യാണത്തിന് പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ, കല്യാണ വീഡിയോ. അപ്പോൾ ഞാൻ അവനെ ചാടി എണീപ്പിച്ച് കൊണ്ടുവന്ന് കാണിക്കുന്നതാണ്, ആൾ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ കുറേ സ്റ്റാറ്റസൊക്കെ ഇട്ട് അറിയാമല്ലോ നമുക്കിനി പണ്ട് ഞാൻ ചെയ്ത കൃഷ്ണൻ്റെ വേഷമൊക്കെ ഉള്ളതൊക്കെ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ കാണിച്ചു. എന്തായാലും ഈ വീഡിയോ കാണുന്നവർക്കായാലും എല്ലാവർക്കായാലും എൻ്റെ ഹൃദയം നിറഞ്ഞ, എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. പിന്നെ ഇതിൻ്റെ ഇടയിൽ അമ്മ വന്ന് കാണുന്നുണ്ട്, അമ്മ വന്ന് നോക്കിയിട്ട് പോയി. പിന്നെ മാളുവിനെ വിളിച്ച് ഉണർത്തുന്നുണ്ട്. അമ്മ ഇവിടെ വന്ന് തൊഴണം. അമ്മയ്ക്ക് കാല് വയ്യാതുകൊണ്ട് ഇച്ചിരി മുടന്തിയാണ് നടക്കുന്നത്, കാരണം കാലിൽ നീരുണ്ട്, ഷുഗറിൻ്റെ മരുന്നൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്നിട്ട് ആൾക്ക് ഇത്തിരി വയ്യാണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്കും ഉണ്ട്, ഇവിടുത്തെ അമ്മയ്ക്കും ഉണ്ട്, രണ്ടുപേരും ആദ്യം ശ്രദ്ധിക്കാണ്ടിരുന്നിട്ട് വയ്യാണ്ടായിരുന്നു. ഇപ്പം പിന്നെ കാല് ചെറിയൊരു ഇത് വന്നതാണ്, ഇത് പെട്ടെന്ന് നീരായിട്ടൊക്കെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആളാണ് രാവിലെ എണീറ്റ് ഇവിടെ വിളക്കൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അമ്മ അറിഞ്ഞില്ല ഞാൻ വീഡിയോ വെച്ചേക്കാം, ഞാൻ സ്വന്തമായിട്ടോ എല്ലാ വീഡിയോയും പിടിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി വിഷു. നമുക്ക് കല്യാണത്തിൻ്റെ കൂടെ കാണാം. അപ്പോൾ ബായ്.